കഴിഞ്ഞ 9 മാസമായിട്ട് അപ്പം ഈ യൂണിറ്റിന്റെ കൂടെ തന്നെ ഉണ്ട്. തുടക്കം മുതലുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ? നല്ല സപ്പോർട്ടുണ്ട്. പഞ്ചായത്തിന്റെ നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇങ്ങനെ എത്തും, അത് രാവിലെ തുടങ്ങും. 9 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ തുടങ്ങും. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ പാലമേൽക്കുന്ന് പഞ്ചായത്തിലെ ഒരു കുടുംബശ്രീ ഉൽപ്പന്നമാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ഇപ്പോൾ ചേച്ചി നമ്മുടെ പിന്നിലേക്ക് കാണുന്ന ഈ 2 മെഷീൻ എന്തിനൊക്കെയുള്ളതാണ്? അത് ഞങ്ങൾ ഈ പൊടി ഒരു 5-8 കൂട്ടം ഐറ്റം സാധനങ്ങളുണ്ട് കായത്തിന്റെ. അതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് അളവുണ്ട്. അളവ് അനുസരിച്ച് അത് മിക്സ് ചെയ്തിട്ട് പൊടിക്കുന്ന മെഷീനാണ് അത്. ഫസ്റ്റ് കാണുന്ന മെഷീൻ പൊടിക്കുന്നതാണ്. പൊടിച്ചിട്ട് ആണ് ഞങ്ങൾ ഇതിലോട്ടിട്ട് കുഴയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന 4 വനിതകളുടെ വിജയഗാഥയാണ് നാം ഇന്ന് കണ്ടും കേട്ടും മനസ്സിലാക്കുന്നത്. നമസ്കാരം. സ്മാർട്ട് ടെക് സഫാരിയിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നൂർനാട് പാലമേൽ പഞ്ചായത്തിലെ യൂണിറ്റ് കായം നിർമ്മാണ യൂണിറ്റിന് മുന്നിലാണ്. നമുക്ക് അവിടെയുള്ള വിശേഷങ്ങളും അവിടെയുള്ള സഹോദരിമാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നേരെ യൂണിറ്റിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് യൂണിറ്റ് കായ നിർമ്മാണം എങ്ങനെയാണെന്ന് കണ്ടും കേട്ടും ഒന്ന് മനസ്സിലാക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അപ്പം ഈ 4 വനിതകളുടെ വിജയഗാഥ നമുക്കൊന്ന് കണ്ടു മനസ്സിലാക്കാം. എല്ലാവർക്കും സ്വാഗതം. ചേച്ചിയുടെ പേര് എങ്ങനെയായിരുന്നു ചേച്ചി? എൻ്റെ പേര് വിജയലക്ഷ്മി. അപ്പം ഈ കഴിഞ്ഞ ഈ യൂണിറ്റിന്റെ നെടുന്തൂണായിട്ട് നിങ്ങൾ 4 പേരാണെന്ന് അറിഞ്ഞു. അതെ, ഞങ്ങൾ 4 സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന്റെ യൂണിറ്റിന്റെ തുടക്കം നമ്മൾ ആലോചിച്ച് എങ്ങനെയായിരുന്നു? ഇതിന്റെ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 4 പേരും കൂടെ, ഞങ്ങൾക്ക് തൊഴിലൊന്നുമില്ല, വീട്ടമ്മമാരാണ്, കുടുംബശ്രീയിലെ അംഗങ്ങളാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോഴൊന്ന് ആലോചിച്ച് ഞങ്ങൾക്ക് ഒരു തൊഴിൽ ആവശ്യമാണ്. അങ്ങനെ അപ്പം ഞങ്ങൾ 4 പേരും കൂടെ ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പലതിനെക്കുറിച്ചും ആലോചിച്ചു. പക്ഷേ നമ്മുടെ നാട്ടിൽ മായം ചേരാത്ത ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ കായ നിർമ്മാണ യൂണിറ്റിലേക്ക് കയറിയത്. ആദ്യം ഞങ്ങളുടെ നിർമ്മാണം കായമാണ്. കായ നിർമ്മാണം തുടങ്ങി. കായ നിർമ്മാണം തുടങ്ങുന്നതിന് ആരംഭത്തിൽ തന്നെ ഞങ്ങൾ പാലമേൽ പഞ്ചായത്തിൻ്റെ സഹായം തേടുകയുണ്ടായി. പാലമേൽ പഞ്ചായത്തും ഭരണിക്കാവ് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കൂടെ ആഭിമുഖ്യത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ സംരംഭം തുടങ്ങിയത്. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് 2.25 ലക്ഷം രൂപ തരികയും ഞങ്ങൾ അങ്ങനെയാണ് സംരംഭം തുടങ്ങിയത്. പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ഈ സംരംഭം തുടങ്ങാനുള്ള സാമ്പത്തികമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് അല്ലാതും കൂടെ പൈസ കണ്ടെത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ സംരംഭം തുടങ്ങിയത്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ചിപ്സിൻ്റെ ഉൽപ്പന്നം ഉണ്ടാക്കുകയും അച്ചാറുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് മീൻ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, നെല്ലിക്ക അച്ചാറുണ്ട്, പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ ചേച്ചി നമ്മുടെ പിന്നിലേക്ക് കാണുന്ന ഈ 2 മെഷീൻ എന്തിനൊക്കെയുള്ളതാണ്? അത് ഞങ്ങൾ ഈ പൊടി ഒരു 5-8 കൂട്ടം ഐറ്റം സാധനങ്ങളുണ്ട് കായത്തിന്റെ. അതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് അളവുണ്ട്. അളവ് അനുസരിച്ച് അത് മിക്സ് ചെയ്തിട്ട് പൊടിക്കുന്ന മെഷീനാണ് അത്. ഫസ്റ്റ് കാണുന്ന മെഷീൻ പൊടിക്കുന്നതാണ്. പൊടിച്ചിട്ട് ആണ് ഞങ്ങൾ ഇതിലോട്ടിട്ട് കുഴയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കുഴയ്ക്കാനായിട്ട്. പക്ഷെ പൊടിക്ക് നമുക്ക് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. പൊടിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പാക്ക് ചെയ്ത് പൊടിയായിട്ട് ഉപയോഗിക്കാം. പക്ഷെ കട്ടക്കായത്തിൽ ഇതിനകത്ത് കുഴച്ചെങ്കിൽ മാത്രമേ കട്ടക്കായ ഉള്ളൂ. ഇങ്ങനെയാണ് ഞങ്ങൾ പൊടിച്ചെടുക്കുന്നത് പൊടിക്കായിട്ട്. കയ്യിലിരിക്കുന്നതാണ് ഇപ്പൊ പൊടിച്ചു വന്ന കായത്തിന്റെ പൊടിയാണ്. അപ്പൊ ഇനി ഇത് നമ്മുടെ പിന്നെ കാണുന്ന ഈ 2ാമത്തെ മെഷീനിലിട്ട് ഇളക്കുമ്പോഴേ ഇത് കട്ടക്കായമാകും. അതിനകത്ത് കുഴച്ചെടുത്തെങ്കിൽ മാത്രമേ കട്ടക്കായമാകത്തുള്ളൂ. ഈ മെഷീനകത്ത് ഈ മിക്സ് ചെയ്ത ഈ പൊടിച്ചെടുത്തത് ഇതിനകത്തിൽ ഇട്ടിട്ട് വേണം കുഴച്ച് എടുക്കാൻ. അതാണ് കട്ടക്കായ.
ചേച്ചി എങ്ങനെയുണ്ട് ഇപ്പൊ ഈ കായം നിങ്ങളുടെ യൂണിറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ച ആൾക്കാരുടെ അഭിപ്രായം? എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ആദ്യം എല്ലാവർക്കും ഒരു പുതിയതായ ഒരു ഉൽപ്പന്നം വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇത് നല്ലതാണോ, ഇതിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെയുള്ളൊരു നാട്ടുമ്പുറമായി നിങ്ങളൊരു പുതിയതായിട്ടൊരു കായപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നു അതെ അതിപ്പോ ആർക്കായാലും അങ്ങനെ തന്നെ ഉണ്ടാകുമല്ലോ. ഞങ്ങളിപ്പോ കാറ്ററിംഗുകാരെ സമീപിച്ചപ്പോഴും കടകളിൽ കൊണ്ട് കൊടുത്തപ്പോഴും അല്ലാതുള്ള നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കുമ്പോഴാണെങ്കിൽ പോലും ആദ്യം ഒരു മടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം പക്ഷേ ഈ കായം ചോദിച്ച ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അത്രയ്ക്ക് ഗുണമേന്മയുള്ളതാണ്. ഞങ്ങളുടെ കായത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറും കട്ടി കുറഞ്ഞ സാധനമാണ് കായം. സാധാരണ കായം ഇത് തല്ലിപ്പൊട്ടിച്ചാണ് എല്ലാവരും എടുക്കുന്നതെങ്കിൽ ഈ കായം നല്ല കൈയും വെച്ച് നുള്ളി എടുക്കാൻ പറ്റുന്ന സൈസ് കായമാണ്. നല്ല ഗുണമുണ്ട്, നല്ല മണമുണ്ട്, നല്ല രുചിയുണ്ട്. നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റുമായിട്ട് നമ്മൾ ഏതെങ്കിലും മേളകൾക്കോ വിപണന രംഗത്തേക്ക് നമ്മൾ അല്ലാതെ ചെന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് പാലമേൽ പഞ്ചായത്തിന്റെ സഹായത്തോടെ ചെങ്ങന്നൂർ സരസ് മേളയിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു നല്ല സക്സസ് ആയിരുന്നു. ഞങ്ങൾ കൊണ്ടുപോയ കായ എല്ലാം അവിടെ വിറ്റഴിക്കാൻ പറ്റി. നല്ല രീതിയിലൊരു ബിസിനസ് അവിടെ നടന്നു ഞങ്ങൾക്ക്. ഇപ്പം മധുരയിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ കായത്തിന്റെ പ്രോഡക്റ്റുകളെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന മെഷീനിൽ ഇട്ടിട്ട് നമ്മൾ പൊടിച്ച് ഇത് വെളിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതെങ്ങനെ എന്തൊക്കെ ഐറ്റം ആയിരിക്കും? ഒരു 5-8 കൂട്ടം ഐറ്റം ഉണ്ട്. നമുക്ക് കാബൂളി, സാമന്തി, വീരനാസി അങ്ങനെയുള്ള ഒരു 5-6 കൂട്ടം ഐറ്റങ്ങൾ ചേർന്ന് അത് നമ്മൾ അളവനുസരിച്ച് മിക്സ് ചെയ്ത് കൂട്ടിയെടുത്തിട്ട് ആണ് ഈ മെഷീനിലിട്ട് പൊടിച്ചാണ് എടുക്കുന്നത്. പൊടിക്ക് നമ്മൾ ഇതിനകത്ത് പൊടിച്ചെടുക്കും. ചേച്ചി എത്ര നാളായിട്ട് നമ്മുടെ യൂണിറ്റ് നടക്കുന്നുണ്ട്? നമ്മുടെ യൂണിറ്റ് നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 9 മാസമായി. 9 മാസം കൊണ്ട് നമ്മുടെ യൂണിറ്റ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. യൂണിറ്റിൽ എത്ര അംഗങ്ങളാണ് ഇപ്പോൾ? ഞങ്ങൾ 4 പേര്. 4 പേര്. ഇതിനാവശ്യമായ ചക്ക നമ്മൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ കളക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കളക്ട് ചെയ്തത് നമ്മൾ ഓട്ടോ വിളിച്ച് ഇരുവാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇട്ടുകൊണ്ട് വരിക. അപ്പോൾ ചേച്ചി നമുക്ക് ഒരു ദിവസം എത്ര കിലോ ഉപ്പേരി ഇവിടുന്ന് പോകുന്നുണ്ട്? നമുക്ക് ഒരു 25 കിലോ 30 കിലോ അടുത്ത് പോകുന്നുണ്ട്. പിന്നെ ഓർഡറുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ രാവിലെ നമ്മുടെ വർക്ക് തുടങ്ങും. അത് രാവിലെ തുടങ്ങിയെങ്കിൽ മാത്രമേ ഇത്രയും കിലോ വറുത്ത് മാറിപ്പോകാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ 9 മാസമായിട്ട് അപ്പം ഈ യൂണിറ്റിന്റെ കൂടെ തന്നെ ഉണ്ട്. തുടക്കം മുതലുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ? നല്ല സപ്പോർട്ടുണ്ട്. നല്ല സപ്പോർട്ട് പഞ്ചായത്തിന്റെ നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പൊ രാവിലെ ഇങ്ങനെ എത്തും? അത് രാവിലെ തുടങ്ങും. അപ്പം 9 മണിയാകുമ്പോഴത്തേന് ഞങ്ങള് തുടങ്ങും. അപ്പൊ അതുപോലെ വർക്കുണ്ട്. 25 കിലോയുടെ ഒക്കെ ഉപ്പേരി മാറണമെങ്കിൽ നന്നായിട്ട് കിടന്ന് കഷ്ടപ്പെട്ടെങ്കിലേ പറ്റൂ. തീർച്ചയായിട്ടും.
നൂറിനാട് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ പാലമേൽക്കുന്ന് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കുടുംബശ്രീ ഉൽപ്പന്നമാണ് നാം ഇന്ന് പരിചയപ്പെട്ടത്. 4 വനിതകൾ ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടെ ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു വിജയം നമ്മുടെ നാട്ടിലത്തെ എല്ലാ വനിതകൾക്കും ഒരു പ്രചോദനമാകട്ടെ. എല്ലാ ആൾക്കാരും ഇതേപോലുള്ള യൂണിറ്റുകൾ തുടങ്ങാനുള്ള മനസ്സ് കാണിക്കട്ടെ, അവർക്കതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. അപ്പോൾ നമുക്ക് ഈ വനിതകൾക്ക് ഹൃദയം നിറഞ്ഞ ഒരു ആശംസയും നന്ദിയും എല്ലാം നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. കാര്യം ഇവരുടെ ഉത്സാഹപൂർണമായ അല്ലെങ്കിൽ ഇവരുടെ ഒരു കൂട്ടായ്മയ്ക്ക് ഇനിയും ഒരുപാട് നാളുകൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു കൂട്ടായ പ്രവർത്തനത്തിന് എല്ലാവിധ വിജയ ആശംസകളും സ്മാർട്ട് സഫാരി നേരുന്നു. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും